നമസ്കാരം. നാട്യതിലകം ഗോപികൃഷ്ണന് പകരക്കാരനായി ഇവിടെ വന്ന് നിങ്ങളുടെ മുന്നിൽ കാവ്യമാധവൻ കുറുപ്പിനോടൊപ്പം ഒരു നൃത്തം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കലാപരിപാടികളിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് പ്രാതിനിധ്യം നൽകിയ കുറുപ്പ് സാറിന് എൻ്റെ നന്ദി. ഈ ഡാൻസ് ചെയ്യാൻ ചാൻസ് തന്നതിന് താങ്ക്സ്. അപ്പൊ തുടങ്ങിയില്ലേ? അതെ ഹലോ. അതെ, നമ്മുടെ തോട്ടക്കാരനല്ലേ ജയസൂര്യ കുറുപ്പ്, അയാൾക്ക് ഭയങ്കര സങ്കടം. ഡ്രൈവറിനെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചില്ലേ, അതുപോലെ അയാൾക്ക് ഇവിടെ വന്ന് ഇവരോടൊക്കെ സംസാരിക്കണമെന്നുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, വീട്ടിലെ പാചകക്കാരനെയും പറമ്പിൽ കളിക്കുന്നവരൊക്കെ വിളിച്ചു വരുത്തി സംസാരിപ്പിക്കും. ഹാ, അതുപോലെയാണോ ജയസൂര്യ കുറുപ്പ്? അയ്യോ അല്ല, അവർക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉണ്ട്. അയാളിലും അത്യാവശ്യം കലയൊക്കെ ഉണ്ട്. എന്തായാലും ഇത്രയും നല്ലൊരു ദിവസമായിട്ട് എനിക്ക് അയാളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. ജയസൂര്യ കുറുപ്പ്. നമസ്കാരം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു തോട്ടക്കാരനാകേണ്ടി വന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് മിമിക്രിയും ഡാൻസും പാട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇത്രയും വലിയൊരു സദസ്സിൽ എനിക്കും ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് വേണം. നന്ദി, നമസ്കാരം. എടാ ഡ്രൈവറെ, വന്നേ. ആ നാട്യതിലകം ഗോപികൃഷ്ണന് ആപ്പിൾ ജ്യൂസിൽ എലിപ്പാഷാണം കലക്കി കൊടുത്താൽ ഹോസ്പിറ്റലാക്കിയിട്ടാണ് താൻ ഈ ചാൻസ് തട്ടിയെടുത്തതെന്ന് ഞാൻ നാട്ടുകാരോട് പറയട്ടെ. താൻ ഷൈൻ ചെയ്തോ, പക്ഷെ എന്നെ ചവിട്ടി തേച്ചിട്ടാ വരുന്നത്, മനസ്സിലായല്ലോ. എനിക്കും ഡാൻസ് ചെയ്യാൻ ചാൻസ് തരണം. എല്ലാവരും അണ്ടർസ്റ്റാൻഡിങ് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്, മനസ്സിലായില്ലേ? ഓക്കെ. തൽക്കാലം താൻ ഡാൻസ് ചെയ്തോ, ലേഡീസ് ഫസ്റ്റ് എന്നല്ലേ. അയ്യോ, എന്നാ നീ തന്നെ ചെയ്യേണ്ടി വരും. അത് വേണ്ട, താൻ ചെയ്യും. തന്റെ സ്റ്റെപ്സ് ഒക്കെ ഞാൻ അപ്പുറത്തൊന്ന് വീക്ഷിക്കട്ടെ. ഓക്കെ, ടൈമിംഗ് ഇന്ന് തീരെ പോരാ. ഇതൊക്കെ തനിക്ക് ഡാൻസ് ചെയ്ത് നശിപ്പിക്കാനല്ല കുറുപ്പേട്ടൻ മേടിച്ചു വെച്ചേക്കണേ. ഭാവനെ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കേരള കോൺഗ്രസ് മത്തായിക്ക് സ്വന്തം. കെ.ടി. മത്തായി സിന്ദാബാദ്. കെ.ടി. മത്തായി സിന്ദാബാദ്. മതി 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 സിന്ദാബാദ്. അല്ലല്ല, മതി 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 എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം മതി. സോറി. അപ്പോ പാർട്ടിയുടെ നയപ്രഖ്യാപനം മത്തായി സാർ വൈകുന്നേരം പ്രഖ്യാപിക്കും. ഫണ്ട് പിരിവ് ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. ഫണ്ട് പിരിവ് സിന്ദാബാദ്. ഫണ്ട് പിരിവ് സിന്ദാബാദ്. ബഹളം ഉണ്ടാക്കാതെ പോടെ, പിരിവ് നടത്തിക്കോ. അതിന്റെ കണക്കിന്ന് വൈകുന്നേരം തന്നെ ഏൽപ്പിക്കണം. പൊക്കോ പൊക്കോ പൊക്കോ. അപ്പോഴേ ഇത് ജയൻ വട്ടപ്പാറ, കേരള കാഹളത്തിന്റെ സ്വന്തം ലേഖകനാണ്. ഇയാള് മാത്രമേ ഉള്ളൂ? വലിയ പത്രസമ്മേളനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കി ചാനലുകാരും പത്രക്കാരും എന്തിയാടാവേ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞ പച്ചക്കള്ളം വെച്ച് നോക്കുമ്പോ ഒരുപാട് പേര് വരേണ്ടതാണ്. എന്ത് പറ്റിയതാണാവോ? താൻ എന്ത് കള്ളവാ പറഞ്ഞേ? ആളെ കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു മത്തായി സാറ് ചത്തുപോയി എന്ന്. എന്നിട്ടും ആളുകൾ വരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മത്തായി സാറേ. സത്യം പറയാലോ സാറേ, സാറിന്റെ മരണ വാർത്ത എഴുതി വെച്ചിട്ട് സാറ് ചത്ത് കിടക്കുന്ന ഫോട്ടോ എടുക്കാൻ വന്നാ വലിയ നിരാശയായി പോയി കേട്ടോ. എന്താ ഞാൻ ചത്തു വാങ്ങിയതോ? വട്ടപ്പാറേ, നമ്മൾ അതും ഇതും പറഞ്ഞ് നേരം കളയണ്ട. ഇന്റർവ്യൂ നടക്കട്ടെ. ചോദ്യങ്ങൾ ചോദിച്ചാട്ടെ. ചോദിക്കാം. ഈ മത്തായി കേരള കോൺഗ്രസിന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാ? അയ്യോ, വലിയ പ്രതീക്ഷകളാ. മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ച ഇന്ന് തന്നെ 4 പേര് അംഗങ്ങളായി കഴിഞ്ഞു. ഒന്ന് ഞാന്, 2 കോശി, ഞങ്ങളുടെ 2 ബന്ധുക്കള്. പിന്നെ വേറൊരാൾ നാളെ അംഗമായി കൊള്ളാം എനിക്ക് വാക്കും തന്നിട്ടുണ്ട്. ആണോ? നീ മിടുക്കനാന്നല്ലോടാ കോശി. അടുത്ത ചോദ്യം. പിന്നെ എന്താണ് പുതിയ പാർട്ടിയുടെ ഈ നയം? അയ്യോ, ഞങ്ങൾക്ക് വലിയ നയങ്ങളുണ്ട്. അതായത് ആദ്യമായി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കർമ്മ പരിപാടി, ഈ നാഷണൽ ഹൈവേയുടെ ഇരുവശങ്ങളിലും ഞങ്ങൾ റബ്ബർ മരങ്ങൾ അങ്ങ് വച്ചു പിടിപ്പിക്കും. കേരളം എന്നാണല്ലോ നമ്മുടെ നാടിന്റെ പേര്. പക്ഷെ റബ്ബർ വരുന്നതോടുകൂടി കേരവൃക്ഷത്തെ റബ്ബർ മറികടക്കും. കേരളം മാറ്റി ഞങ്ങൾ റബ്ബളം എന്നാക്കും. അങ്ങനെ സംസ്ഥാനത്തിന്റെ പേര് മാറുമ്പോ ഞങ്ങളുടെ പാർട്ടിയുടെ പേരും റബ്ബള കോൺഗ്രസ് എന്നാക്കും. അതോളാം. പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല്, ഈ പാല്, പത്രം എന്നിവയുടെ കൂടെ എല്ലാ വീടുകളിലും റബ്ബറിൽ നിന്നും വാറ്റിയെടുക്കുന്ന ഒരു സൈസ് പുതിയ ചാരായം കൊടുക്കാനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്യും. അതെന്തിന്? അതെ, ഈ പട്ടിണിയും ദാരിദ്ര്യവും മറക്കാൻ ചാരായത്തിൽ കവിഞ്ഞ എന്തുണ്ട്? അത് പോയിന്റ്.
പിന്നെ ഈ 97 വരെ ആ. സാറ് മാണി കേരള കോൺഗ്രസിലായിരുന്നല്ലോ. ആയിരുന്നു. അവിടെ നീ പോരാൻ കാരണം? അതെ, ന്യായമായ ചോദ്യം. ഞാൻ എന്നും ആദർശത്തിന്റെ കൂടെ നിന്നിട്ടുള്ളൂ മിസ്റ്റർ വട്ടപ്പാറ. ഓക്കേ. 97 പാലാ കൺവെൻഷൻ, പാലാ കൺവെൻഷന് ശേഷമുള്ള ഉച്ചഭക്ഷണം. ഓക്കേ. ഞങ്ങൾക്കൊക്കെ സാധാ മത്തിക്കറിയും ചോറും, മാണി സാറിന് മട്ടൻ ബിരിയാണി. മാണി സാറ് കഴിച്ച മട്ടന്റെ എല്ലു പോലും സാറിന് കൊടുത്തില്ല. അതൊക്കെ പറയുമ്പോ ഓക്കെ ഓക്കെ. എന്തായാലും അതില് മനന്നൊന്ത് ഞാൻ അപ്പൊ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൽ ചേർന്നു. ആ, അവിടെയും സാറിന് ആദർശത്തിന്റെ ചില പ്രശ്നങ്ങൾ വന്നു. വീണ്ടും പിറവം കൺവെൻഷനിന്റെ പോസ്റ്ററിൽ ആ. സാറിന്റെ ഫോട്ടോയുടെ താഴെ ആ. മത്തായി എന്നുള്ളതിന് പകരം മയ്യത്തായി എന്ന് അച്ചടിച്ചു. വേദന തോന്നുന്നു. ആ വേദനയില് മനം നൊന്നിട്ട് ഞാൻ നേരെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നു. ജോസഫ് അവിടെ ചെന്നപ്പോഴോ ഈ ബക്കറ്റ് പിരിവിന്റെ ടൈമായിരുന്നതേ. അപ്പൊ സാറ് ഞാൻ 10 ബക്കറ്റ് പിരിച്ചു. 10 ബക്കറ്റും അതേപോലെ ജോസഫ് സാറിനെ ഏൽപ്പിച്ചു. പക്ഷേ പിരിച്ചത് വലിയ ബക്കറ്റിലും കൊടുത്തത് ചെറിയ ബക്കറ്റ്. എന്താ അല്ല, ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ അവരുടെ ആരോപണം. ആൾക്കാരുടെ ആരോപണം അങ്ങനെ ആൾക്കാരുടെ ആരോപണം. ഞാൻ ചെറിയ ബക്കറ്റ് കൊടുത്തെന്ന് അത് കരുതിക്കൂട്ടി ഉന്നയിച്ച ഒരു ആരോപണമായിരുന്നു. അതേ വേദനയിൽ മനം നൊന്ത് ഞാൻ ഇന്ന് മത്തായി കേരള കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന് ജനങ്ങളുടെ പിന്തുണ വേണം. കോശി, പത്രക്കാരുടെ അതുകൊണ്ട് നമ്മുടെ ആദർശങ്ങളും പ്രഖ്യാപനങ്ങളും നമ്മുടെ നയങ്ങളും വേണ്ടതുപോലെയൊക്കെ എഴുതി കവർ കൊടുക്ക. ഇത് വെച്ചോ. എഴുതി കഴിയുമ്പോ കുറച്ചുകൂടെ വലിയ കവർ. അപ്പൊ ശരി കേട്ടാ. അങ്ങനെ നമ്മുടെ മത്തായി കേരള കോൺഗ്രസ് ഒരു യാഥാർത്ഥ്യമായി. ഇല്ലയോടാ കോശി? എല്ലാം ഭംഗിയായി നടക്കുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മത്തായി സാറേ. ഇനി നമ്മുടെ 2 മക്കളുടെ കാര്യവും കൂടി നടന്നാൽ മതിയായിരുന്നു. നമ്മുടെ അല്ല, എന്റെ മക്കളുടെ. അതെ, എന്റെ മക്കളുടെ കാര്യം നേരെയാക്കാൻ താൻ ഏതാണ്ട് പോംവഴി കണ്ടുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആയി. അതിനുള്ള ആൾ ഇപ്പോഴെത്തും. അളപ്പൂത്തോ? ആബ്രദാഹയോ? അതെന്നാ സാധനമാ? അത് സാധനമല്ല, ആളിന്റെ പേരാ. ആചാര്യ ബ്രഹ്മചാരി ദാമുഹടയോഗി ആബ്രദാഹ. ഇതെന്നാ പേരാടാവേ? പേരെന്തായാലും എന്താ, കേന്ദ്രമന്ത്രിമാര് വരെ അയാളെ കൈ കിട്ടാൻ വേണ്ടി പിടി വലിയ. പിന്നെ നിത്യബ്രഹ്മചാരിയല്ലേ. രാഷ്ട്രീയം, സാമ്പത്തികം എന്ന് വേണ്ട സകല വിഷയങ്ങളും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളല്ലേ. പോംവഴികളും നിർദ്ദേശങ്ങളും നിമിഷ നേരം കൊണ്ടല്ലേ. അപാര കഴിവാന്നല്ലോടാ. സംശയമുണ്ടോ? എനിക്ക് ആളെ കാണാൻ കുത്തിടുക്കവായി കേട്ടോ. കുണ്ടലിനി ഭിക്ഷാന്തേ. ആളെത്തിക്കഴിഞ്ഞു. ആ പ്രതാഹം എത്തിക്കഴിഞ്ഞു.